PV Anwar MLA സ്ഥാനം രാജിവെക്കുന്നു. നാളെ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ രാജിപ്രഖ്യാപനമുണ്ടാകും. തൃണമൂൽ കോൺഗ്രസ് നേതാവായി പ്രവർത്തിക്കാൻ ഓൺലൈൻ കൂടിക്കാഴ്ചയിൽ മമതാ ബാനർജി നിർദ്ദേശം നൽകിയതോടെയാണ് അൻവർ രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വഴിയാധാരമാക്കില്ലെന്ന് മമത ഉറപ്പു നൽകിയിട്ടുണ്ട്. അയോഗ്യത മുന്നിൽ കണ്ട് നിർണായക നീക്കങ്ങളുമായി PV Anwar. വിശദമായി പരിശോധിക്കാം. അൻവറിന് അഭയം TMC. മുബഷിർ പി അക്ബർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മുബഷിർ പി അക്ബർ, ഗുഡ് ഈവനിങ്. അങ്ങനെ ഒടുവിൽ PV Anwar TMCയിലേക്ക് എത്തുകയാണ്. DMKയിൽ വലിയ സാധ്യതയുണ്ടായിരുന്നു എന്നന്വേഷിച്ചു, പക്ഷേ ആ സാധ്യതയടഞ്ഞു. TMCയിലേക്ക് എത്താൻ തീരുമാനിക്കുന്നത് രണ്ടാമത്തെ ഒരു വരവിൻ്റെ ഒടുവിലാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ചില ഉറപ്പുകൾ PV Anwar ലഭിച്ചിട്ടുണ്ട്, അതേപോലെ ഉത്തരവാദിത്തങ്ങളും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അയോഗ്യത മുന്നിൽ കണ്ട് നാളെ രാജ്യപ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയല്ലേ മുബഷിർ? ഗുഡ് ഈവനിങ് അരുൺകുമാർ. തീർച്ചയായും അത്തരമൊരു നീക്കം തന്നെയാണ് PV Anwar നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാടകീയമായ സംഭവങ്ങൾക്കൊടുവിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പദവി PV Anwar MLA ഏറ്റെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ അറസ്റ്റിനൊടുവിൽ അതിവേഗം അദ്ദേഹം ഡൽഹിയിലെത്തുന്നു. അവിടെ വെച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധിയിൽ നിന്നും പ്രധാനപ്പെട്ട ചുമതല ഏറ്റുവാങ്ങുന്നതായി. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള മമതാ ബാനർജിയിൽ നിന്ന് തന്നെ തനിക്ക് ഉറപ്പ് ലഭിച്ചു എന്ന സ്ഥിരീകരണം PV Anwar MLA തന്നെ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ കേരളം ഏറെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധിയായിട്ടുള്ള PV Anwarന്റെ രാജിപ്രഖ്യാപനം നാളത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജിവെച്ചാൽ വഴിയാധാരമാകില്ല എന്നുള്ളതാണ് മമതാ ബാനർജി ഉൾപ്പെടെയുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ PV Anwar MLAക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓൺലൈൻ മീറ്റിംഗിലൂടെ മമതാ ബാനർജിയുമായി PV Anwar MLA കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. മാർച്ച് അവസാന വാരത്തോടെ മമതാ ബാനർജി അടങ്ങുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളുടെ സംഘം കേരളത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ പ്രവർത്തന ചുമതല PV Anwarനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വതന്ത്ര ജനപ്രതിനിധിയായി നിലമ്പൂരിൽ തുടരേണ്ട സാഹചര്യമല്ല, പൂർണ്ണ പാർട്ടി പ്രവർത്തനമായി പ്രവർത്തിച്ചോളൂ എന്നുള്ളതാണ് മമതാ ബാനർജി PV Anwarന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൻവറിന്റെ അറസ്റ്റിന് പിന്നാലെയുണ്ടായ അതിനാടകീയമായ സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. UDFൽ തന്നെ ഇത് ചൊല്ലിക്കൊണ്ട് എതിർത്തും അനുകൂലിച്ചും നേതാക്കൾ രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നീക്കം അൻവർ നടത്തിയിരിക്കുന്നത്. ഇനി കാണേണ്ടത് കിഴക്കനേറനാട്ടിൽ നിലമ്പൂരിലെ ജനത തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായ അൻവർ അവിടെ മത്സരിക്കാനെത്തുകയാണെങ്കിൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമോ അതോ അൻവറിനെ തള്ളിക്കളയുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുന്നത്. അരുൺകുമാർ.